അല്പസമയം നമ്മുടെ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ റോമരുടെ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 31 തൊട്ട് 33 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. റോമൻസ് ചാപ്റ്റർ 9 വേഴ്സ് നമ്പേഴ്സ് 31, 32 and 33. ഹല്ലേലൂയ. ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ഇന്ന് രാവിലെ കർത്താവിൻ്റെ വചനവുമായിട്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ശക്തമായിട്ട് ഇടപെടാൻ പ്രാർത്ഥനയോടെ ഇരിക്കാം. റോമരുടെ ലേഖനം 9:31, റോമൻസ് ചാപ്റ്റർ 9 വേഴ്സ് 31. But the people of Israel who tried so hard to get right with God by keeping the law never succeeded. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണം അനുസരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ നിയമം അനുസരിച്ച് എല്ലാം നേടാൻ ശ്രമിച്ച് ഇസ്രായേൽ സകലത്തിലും അവര് തോറ്റുപോയി. ഹല്ലേലൂയ. കുറെ കൽപ്പനകളും നിയമങ്ങളും പാലിച്ച് ദൈവത്തിനെ ലഭിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതാകാം എന്നുള്ള എല്ലാ ശ്രമങ്ങൾ എന്ന് വെച്ചാൽ സ്വന്തമായിട്ടുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തി, അല്ലെങ്കിൽ അവരെ തോപ്പിച്ചു കളഞ്ഞു. they were a failure. Hallelujah. എവിടെയായിരുന്നു അവർ ഫെയിൽ ആയി പോയത്? അവരുടെ പ്രവൃത്തിയാൽ, അവരുടെ സ്വഭാവത്തിൽ, അല്ലെങ്കിൽ അവരുടെ എഫേർട്സിൽ അവരെന്തെങ്കിലും ഒക്കെ ചെയ്യാം എന്ന് തീരുമാനിച്ച് അതിലെല്ലാം അവര് തോറ്റുപോയി, അവര് ജയിച്ചില്ല. ഹല്ലേലൂയ. വേഴ്സ് 32, 32. Why not? Because they were trying to get right with God by keeping the law instead of by trusting in him. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ സാധിക്കുമെന്ന് കരുതി അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ചയിൽ കല്ലിന്മേൽ തട്ടി വീണു. അപ്പം അവരെന്ത് ചെയ്തു? 2 വാക്യങ്ങൾ പറയുന്നു. ഹല്ലേലൂയ. അവര് ദൈവവുമായിട്ട് ഉള്ള നീതീകരണം നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവര് ദൈവത്തിന്റെ കണ്ണില്, ദൈവത്തിന്റെ സന്നിധിയില് അവര് നല്ലവരാണ് എന്ന് ഉള്ള ആ ശ്രമം അവരുടെ സ്വന്തം ശ്രമത്താൽ ചെയ്തത് കൊണ്ട് അവര് തോറ്റുപോയി. അവര് ദൈവത്തിനെ വിശ്വസിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തില് ആശ്രയം അർപ്പിക്കാത്തത് കൊണ്ട്, അവരുടെ സ്വന്തം ശ്രമങ്ങളില് അവരെ ആശ്രയിച്ചത് കൊണ്ട് അവര് തോറ്റുപോയി. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് ഇപ്പൊ നമുക്ക് കഴിവ് കാണത്തില്ല, നമ്മളെല്ലാത്തിലും ഭയങ്കര കഴിവും മിടുക്കും ഉള്ളവരൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ നമ്മൾ എവിടെ വിശ്വസിക്കുന്നോ അവിടെ ദൈവത്തിന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ കർത്താവിന് ആ വിശ്വാസത്തിന്റെ മേല പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് 3 ദിവസം ജനത്തിനോട് സംസാരിക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. യേശു ജനത്തിനോട് അവരോട് സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നു, അവരെ നല്ല ഉപദേശം കൊടുക്കുന്നു. അവർ സംസാരിച്ച് 3 ദിവസം മൊത്തത്തിൽ തീർന്നു. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തില് അവിടെ അത് കഴിഞ്ഞ് ഇവരോട് ആഹാരം കൊടുക്കാൻ പറഞ്ഞു. ആരോട് പറഞ്ഞു? ഇവരെയൊക്കെ വിളിച്ചിട്ട് ഫിലിപ്പിന്റെ നേരെ തിരിഞ്ഞിട്ട് യേശു കർത്താവ് ഫിലിപ്പിനോട് പറയുക, ഹല്ലേലൂയ, ആഹാരം കൊടുക്കുക. അപ്പം ഫിലിപ്പ് എന്താ മറുപടി പറഞ്ഞേ? ഫിലിപ്പ് തന്നിൽ തന്നെ ആശ്രയിച്ച്, ഫിലിപ്പിനെ തന്നെ നോക്കി, അല്ലെങ്കിൽ ഫിലിപ്പിനെയും ഫിലിപ്പിന്റെ കൂട്ടുകാരെയും നോക്കിയിട്ട്, അവരുടെ സ്വന്തം കഴിവിനെ നോക്കിയിട്ട് ഫിലിപ്പ് പറഞ്ഞു, ഇതെങ്ങനെയാ? വർഷത്തെ പണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാസങ്ങളോളം ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയാൽ പോലും ഈ ആൾക്കാർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റത്തില്ല. കണ്ടോ അവരെന്താ ചെയ്തത്? ആ ഫിലിപ്പിലെ ദൈവത്തിനെ അല്ല, അല്ലെങ്കിൽ കർത്താവിന്റെ കഴിവിനെ അല്ല നോക്കിയത്, തൻ്റെ കഴിവിലേക്ക് നോക്കി. സ്തോത്രം. ഇന്ന് നമ്മളൊരു വിഷയത്തിനെ കാണുമ്പോൾ നമ്മളുടെ കഴിവിലേക്കാണോ നോക്കുന്നത്? ആർ വി ലുക്കിംഗ് അറ്റ് our capabilities? ഹല്ലേലൂയ. നമ്മളുടെ കഴിവ്, എനിക്ക് ഇത്രയും പരിമിതികൾ, ഐ ക്യാൻ ഡു ഓൺലി സോ മച്ച്, എനിക്ക് ഇത്രയുമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണോ നമ്മൾ നോക്കുന്നത്? അതോ ആ സാഹചര്യം വരുമ്പം കേൾക്കുമ്പം ഓരോ ദിവസവും എൻ്റെ ദൈവത്തിന് ഇത് ചെയ്യാൻ സാധിക്കും, എൻ്റെ ദൈവത്തിന് എന്നിലൂടെ പ്രവർത്തിച്ച് ചെയ്യാൻ സാധിക്കും എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? യേശു കർത്താവ് ഇന്നലെ വരെയും
ഇന്നലെ വരെയും അവരുടെ ഇടയിൽ അത്ഭുതം ചെയ്തു, വെള്ളത്തിന്റെ മേൽ നടന്നു, ഭൂതങ്ങളെ ഓടിച്ചു, മുടന്തിനെ എഴുന്നേൽപ്പിച്ചു. ഈ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം പഠിക്കുന്നതിന് വരുന്നതിന് 6-ാം അധ്യായം വരുന്നതിന് തൊട്ട് 5-ാം അധ്യായത്തില് 38 വർഷക്കാലം കുളത്തിന്റെ അരികത്ത് മുടന്തനായി കിടന്ന് ഈ ഒരു വയ്യാതെ കിടന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കി കഴിഞ്ഞിട്ട് യേശു കർത്താവ് ഇവരുടെ ഇടയിൽ ഇത് പറയുന്നത് അല്ലേ. നമ്മള് സുവിശേഷ ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം എഴുതിയ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷമാണ്. അത് കഴിഞ്ഞ് മർക്കോസിന്റെ സുവിശേഷമാണ്. അത് കഴിഞ്ഞ് മർക്കോസിന്റെ സുവിശേഷം എഴുതി കഴിഞ്ഞിട്ട് എഴുതിയതാണ് മത്തായിയുടെ സുവിശേഷവും ലൂക്കായുടെ സുവിശേഷവും. എന്നിട്ട് അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവില് എഴുതിയതാ യോഹന്നാന്റെ സുവിശേഷം. അപ്പം ആദ്യം എഴുതിയ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം എടുത്താൽ പോലും മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ കാണുന്നത്. എന്നാൽ അതിന്റെ ആദ്യം എഴുതിയ, എന്നാൽ ശരി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം നോക്കുമ്പോൾ നമ്മൾ പറയാ ശരി അത് ഒന്നും കൂടെ ലാസ്റ്റിൽ എഴുതിയതാ. എന്നാൽ ആദ്യം എഴുതിയ സുവിശേഷം എടുത്തു നോക്കുമ്പോഴും അതിനകത്തു പോലും യേശു കർത്താവ് ഈ 5000 പേരെ ഊട്ടുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഇവരെ അപ്പോസ്തലന്മാരെ ഇറക്കി വിടുക. അവരെ ഇറക്കി വിട്ടിട്ട് അവര് വഴി അത്ഭുതങ്ങൾ നടക്കുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് അവിടെയും ഭയങ്കര അതിന് 5-ാം അധ്യായം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് യേശു കർത്താവ് ഒരു രക്തസ്രാവക്കാരി സ്ത്രീയെ, അതുപോലെ മരിച്ച് പോയ ഒരു യൈറോസിന്റെ മോളെ ഒക്കെ എഴുന്നേൽപ്പിക്കുന്ന ഭാഗങ്ങൾ കാണുന്നുണ്ട്. ഈ അത്ഭുതങ്ങളെല്ലാം കാണുന്നുണ്ട്. എന്നിട്ടും യേശു കർത്താവ് ഈ ആൾക്കാരോട്, ഈ ശിഷ്യന്മാരോട് തിരിഞ്ഞിട്ട് പറയുക, നിങ്ങളൊന്നിച്ചിരി ഇവർക്ക് ആഹാരം. ഇത്രയും അത്ഭുതങ്ങളും മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷ കണ്ടിട്ടും അവർക്കൊന്ന് വായിൽ വന്നില്ല ഒന്ന് പറയാൻ, ഗുരു അങ്ങയ്ക്ക് സാധിക്കും എന്ന് പറയാൻ തോന്നിയില്ല. അവര് ഉടനെ അവര് പറഞ്ഞത്, അയ്യോ എന്താ ഞങ്ങളോട് പറയുന്നേ, ഇത്രയും പേർക്ക് ആഹാരം. ഒരു വർഷം അധ്വാനിച്ചാല്, ഒരു വർഷത്തെ ശമ്പളം എല്ലാവരുടെയും കൂട്ടി വെച്ചാലും ഇവർക്ക് ആഹാരം കൊടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയാണോ നമ്മുടെ അപ്രോച്ച്? ഹല്ലേലൂയ. ഇസ്രായേലികളുടെ കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു. ഇസ്രായേലികള് അവര് ദൈവവുമായിട്ടുള്ള നീതീകരണം, അവര് കുറെ കാര്യങ്ങൾ അവര് വിശുദ്ധീകരിക്കണം, അവര് പട്ടിണി കിടക്കണം, അവര് നിയമം വെക്കണം, അവര് ഇത്രയും കൊടുക്കണം, ഇത്ര ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അങ്ങനെയായിരുന്നു അവര് ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ ശ്രമിച്ചത്. തിരുവചനം പറയുന്നു, നമ്മുടെ റോമരുടെ ലേഖനം 9-ാം അധ്യായം പറയുന്നു, അവര് ശ്രമിച്ചത് കൊണ്ട് അവര് തോറ്റുപോയി. ഇന്ന് നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ നമ്മള്, അയ്യോ കർത്താവേ എനിക്ക് കഴിവില്ല, എനിക്ക് പഠിത്തമില്ല, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എനിക്കതിന് എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ ആരുടെയും കൂടെ ഇടപഴകിയിട്ടില്ല. ഇതാണോ നമ്മൾ പറയുന്നത്? കണ്ടോ കർത്താവേ, എന്നെ അത് ഏൽപ്പിച്ചു, ഞാനത് എങ്ങനെ ചെയ്യാൻ? അവര് കണ്ടോ, അവരെത്ര നല്ലതായിട്ട് സംസാരിക്കുന്നു, അവരെത്ര നല്ലതായിട്ട് ചെയ്യുന്നു, അവർക്ക് എത്ര കഴിവ്. അവരെയൊക്കെ നോക്കുമ്പോ എനിക്ക് ഒരു കഴിവുമില്ല കർത്താവേ. ഞാൻ ഇനി അവിടെ ചെന്ന് നിൽക്കുമ്പോ അവരൊക്കെ എന്നെ കളിയാക്കും. എവിടാ നമ്മൾ ആശ്രയിച്ചത്? നമ്മളിലേക്ക് നോക്കേണ്ടത്. നമ്മളെ ഉയർപ്പിച്ച കർത്താവിലേക്കാ നോക്കേണ്ടത്. നമ്മളെ പിടിച്ചു നിർത്തി നമ്മളെ ഇത്ര അത്ഭുതമാക്കിയ കർത്താവിലേക്കാ നാം നോക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞ് ഞാൻ എന്നിലേക്ക് നോക്കുന്നത് നിർത്തുക ഇന്ന് തൊട്ട്. ഹല്ലേലൂയ. നമുക്ക് കഴിവ് കാണത്തില്ല, പഠിത്തം കാണത്തില്ല, നമ്മളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരാളെക്കാട്ടിലും ഒരു മെച്ചമില്ല. സ്തോത്രം. പക്ഷെ നമ്മൾക്കൊക്കെ ഒരു വ്യത്യസ്തമുണ്ട്. നമ്മളുടെ അകത്ത് ക്രിസ്തുവിന്റെ ശക്തിയുണ്ട്. നമ്മളുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾക്കുള്ള വ്യത്യാസം ഇതാണ്. ഹല്ലേലൂയ. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവര്. നമ്മുടെ കഴിവിനാലല്ല, ഒന്നുമല്ല, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരുന്ന കഴിവിനാലല്ല, ഒന്നുമല്ല, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം റോമരുടെ ലേഖനം 8-ാം അധ്യായം 9-ാം അധ്യായം ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചപ്പം നമ്മൾ ശ്രദ്ധിച്ചു, ആ 9-ാം അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നമ്മുടെ മേലുള്ള ഒരു തെരഞ്ഞെടുപ്പ്. നമ്മൾ പറഞ്ഞിട്ടാണോ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്? അല്ല. ഹല്ലേലൂയ. നമ്മൾ പോലെങ്കിലും പറയുന്നുണ്ടോ? അതെ, എന്നെ തെരഞ്ഞെടുത്തത് ഞാനുണ്ടല്ലോ, പാരമ്പര്യമായിട്ടൊരു ക്രിസ്തീയ കുടുംബത്തിലൊക്കെ ഞങ്ങള് 10 തലമുറയായിട്ട് ഞങ്ങള് ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു കുടുംബമാണ് കേട്ടോ. അങ്ങനെയൊക്കെ എൻ്റെ മേൽ ഈ തെരഞ്ഞെടുപ്പ് വന്നാണെങ്കിൽ അയ്യോ വെറുതെയാ. ഒന്നുമല്ല. ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, 10 തലമുറയായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുന്നത് അപൂർവമായിരിക്കും.
തിരിഞ്ഞു നോക്കിക്കേ, 10 തലമുറയായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുന്നത് അപൂർവമായിരിക്കും. ഹല്ലേലൂയ. ഓരോ തലമുറ ചെല്ലുമ്പം പല കുടുംബങ്ങളിലും അവര് വഴിതിരിഞ്ഞ് ദൈവവും വേണ്ട എന്ന് പറഞ്ഞ്, വചനവും വേണ്ട, പള്ളിയും വേണ്ട, പട്ടവും വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങള്. അപ്പനും അമ്മയും യേശുവിനെ അറിഞ്ഞതായിരിക്കും, മക്കള് ജന്മത്തിൽ പോലും ഒരു ജ്ഞാനോദിസയും ഇനി മരിക്കുമ്പോഴും ആയിരിക്കും ദൈവസഭയിലോട്ട് കടന്നു പോകുന്നത്. അല്ലാതെ പോവത്തില്ല. അവര് ദൈവവുമായിട്ട് യുദ്ധം ചെയ്ത് പിണങ്ങിയിരിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ അവർ പറയാ, വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾ വേണ്ടത്, ഞങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ ഇരിപ്പുണ്ട്, ഞങ്ങളിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചാണ്, ഞങ്ങൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷന്, നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഹല്ലേലൂയ. ഒന്നുമല്ല അങ്ങനെയൊന്നും. ഹല്ലേലൂയ. ഒന്നുമല്ല അങ്ങനെയൊന്നുമല്ല. സ്തോത്രം. നമ്മുടെ മേൽ വീണിരിക്കുന്ന ഈ വിളിയും തെരഞ്ഞെടുപ്പും വലുതാ. ഹല്ലേലൂയ. അതിൻ്റെ ഇടയില് കർത്താവ് നമ്മളോട് പറയുക, നമ്മള് സ്വന്തം കഴിവിൽ ആശ്രയിച്ചാൽ വട്ടപൂജ്യമായി പോകും, ഒന്നും നടക്കത്തില്ല. പക്ഷേ തിരുവചനമോട് പറയുക, because they are trying to get right with God by keeping the law instead of by trusting him. അവര് നേരാകാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കഴിവുള്ളവരാകാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ സ്വയത്താലുള്ള കഴിവിൽ അവർ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ദൈവത്തില് വിശ്വസിക്കുന്നതിന് പകരം. ഹല്ലേലൂയ. അതിന്റെ 33 വേഴ്സ് നമ്പർ 33, 33 വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തിനകത്ത് ഇങ്ങനെ പറയുക, anyone who trusts in him will never be disgraced. അവനിൽ ആശ്രയിക്കുന്നവര് ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ കർത്താവിൽ ആശ്രയിക്കുന്ന ആരും ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. കഴിവ് ഉറപ്പാ നമുക്ക് ആർക്കും. എൻ്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവും നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവും എല്ലാം ഒരേ ആത്മാവാ. അപ്പസ്തലൻ പിന്നെന്താണ് നമുക്കൊന്നും കർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഈ ലോകത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പം ഹല്ലേലൂയ തൻ്റെ ഇടമൊക്കെ പോകുന്നത്, ധൈര്യമൊക്കെ പോകുന്നത്, അങ്ങ് ധൈര്യമൊക്കെ ചോർന്നു പോയിട്ട് മായത്താഴ്മയോടെ കുറെ ഇങ്ങനെ നിൽക്കുന്നു. യോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാൻ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്താ നിൽക്കുന്നത്? ഹല്ലേലൂയ. നമ്മള് വിളിച്ചവനിൽ വിശ്വസിക്കാനില്ല, അല്ലെങ്കിൽ ഞാൻ പറയാം പരിശുദ്ധാത്മാവിനെ അനുവദിക്കാഞ്ഞിട്ട്. ഹല്ലേലൂയ. നിങ്ങളെയും എന്നെയും നമ്മളെ ഓരോരുത്തരെയും അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് അന്ന് മാളിക മുറിക്കകത്ത് ഹല്ലേലൂയ ഒന്നും പഠിത്തവും കഴിവുമില്ലാത്ത ഭയന്ന് വിറച്ച് ഇരുന്ന 120 പേരുടെ മേൽ ഇറങ്ങി വന്ന് അതേ ദൈവത്തിന്റെ ആത്മാവാ ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെ അകത്ത് ഇന്നും വസിക്കുന്നത്. ഹല്ലേലൂയ. നടന്നു പോയപ്പം തന്റെ നിഴല് വീണപ്പം സൗഖ്യമായെങ്കിൽ പത്രോസിന്റെ അകത്തിരുന്ന അതേ ആത്മാവാ ഇന്ന് നമ്മളുടെ അകത്തിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാമെങ്കിൽ നമ്മളുടെ അകത്തിരിക്കുന്ന ആത്മാവ് ഇച്ചിരിയും കൂടെ വീര്യം കൂടിയത് കുറഞ്ഞതുമല്ല. സ്തോത്രം. എത്രത്തോളം നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നോ അത്രത്തോളം ഹല്ലേലൂയ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം ദൈവം ചെയ്തെടുക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പെർമിറ്റ് ചെയ്യാത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവിനെ സറണ്ടർ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് പലവരും ഒരു കാര്യം ഏൽപ്പിക്കുമ്പം അവര് പറയുന്നു, അയ്യോ എനിക്ക് ഭയമാ, എനിക്ക് പേടിയാ, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. എന്താന്ന് വെച്ചാൽ അവരുടെ കഴിവിലേക്ക് നോക്കി. നമ്മൾ നോക്കിയാൽ നമ്മൾ പറയും, നോ, ഐ കനോട്ട് ഡു ഇറ്റ്. പക്ഷെ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലേക്കൊന്ന് നമ്മൾ നോക്കിയാൽ നമ്മൾ പറയും, എനിക്ക് കഴിവില്ല, പക്ഷെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കിത് ചെയ്യാൻ സാധിക്കും. എനിക്ക് കഴിവില്ല, എനിക്ക് സാധ്യമല്ല, പക്ഷെ എന്നിലിരിക്കുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനിലൂടെ എനിക്കിത് ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ചിലരോടൊന്ന് വചനം പറയാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ അവർ, അയ്യോ എന്നെ കൂടെ പറ്റത്തില്ല, അയ്യോ എനിക്ക് അറിയത്തില്ല, എനിക്ക് കഴിവില്ല. അതെന്താ അവര് പറയുന്നത്? അവരിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നോക്കാത്തത് കൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാ വചനം പറയുന്നത്, അവരിലേക്ക് അവര് നോക്കി അവര് സ്വയമായിട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പം അവര് വീണുപോയി. പക്ഷെ അവര് വിളിച്ചവനെ അവര് നോക്കിയപ്പോൾ അവർക്ക് സാധിച്ചു. ഹല്ലേലൂയ. ഇന്ന് ആര് കർത്താവിൽ ആശ്രയിക്കുന്നോ
ചിന്തിക്കുന്നതിനപ്പുറം ചെയ്യാൻ സാധിക്കും. ഇന്ന് പരിമിതികളെ പൊട്ടിച്ച് പ്രവർത്തിക്കണോ? ഹല്ലേലൂയ. അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിലേക്കൊന്ന് നോക്ക്. അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിലേക്ക് നോക്കിയിട്ട് പറ, പരിശുദ്ധാത്മാവെ, ഞാൻ എന്നെ തന്നെ അങ്ങക്ക് സമർപ്പിക്കുന്നു. ഞാൻ അനുവദിക്കുക അങ്ങ് എന്നിലൂടെ പ്രവർത്തിക്കാൻ. എനിക്കൊന്ന് കാണണം. എന്നിലൂടെ ദൈവശക്തി എന്നിലൂടെ ദൈവശക്തി പ്രവർത്തിക്കുന്ന എനിക്കൊന്ന് കാണണം. ഹല്ലേലൂയ. ഐ ലവ് യു ഹോളി സ്പിരിറ്റ്. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ഒന്ന് അനുവദിക്കണം. പക്ഷെ എവിടെ? നമ്മുടെ സ്വന്തം കഴിവില് നടക്കത്തില്ല. പക്ഷെ എവിടെ? നമ്മുടെ സ്വന്തം കഴിവില് നടക്കത്തില്ല. ആരെങ്കിലും പറയുന്നുണ്ട്, എൻ്റെ കഴിവിനാൽ ഞാൻ ഇതെല്ലാം നേടിയെടുത്തു, എൻ്റെ കഴിവിനാൽ ഞാൻ ഇതൊക്കെ ചെയ്തു. അത് ഒരു നിമിഷം കൊണ്ട് വീണു പോകാനുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷെ എവിടെ നാം പറയുന്നു, പരിശുദ്ധാത്മാവേ, എനിക്കിത് പറ്റത്തില്ല, പക്ഷെ ഇരുന്ന് ചെയ്യാൻ സാധിക്കും. ഞാൻ പറയട്ടെ, എന്തേലും ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പം അവിടെ ഒരു ദൈവ പൈതല് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങുവാണോ? അവിടെ അവര് പറയുക, ദൈവമേ, നീ ഒന്നിനും കൊള്ളാത്തവന്, എന്നിൽ ദൈവം വസിക്കുന്നില്ല എന്നും, എനിക്ക് എന്നിൽ അഥവാ ദൈവം വസിക്കുന്നു അവനിൽ ആശ്രയിക്കാൻ എനിക്ക് പറ്റത്തില്ല എങ്കിൽ ദൈവം ആരുമല്ല എന്ന് വിളിച്ചു പറയുക. ഹല്ലേലൂയ. അപ്പം കർത്താവിന്റെ വചനം പറയുന്നേ, അവനിൽ വിശ്വസിക്കുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. പ്രോവേർബ്സ് 3:5-6 വാക്യങ്ങള്, സദൃശ്യവാക്യം 6 വാക്യങ്ങൾ. പ്രോവേർബ്സ് chapter 3 verse numbers 5 and 6. Trust in the Lord with all your heart. എങ്ങനെയാ ദൈവത്തിൽ വിശ്വസിക്കാൻ പറയുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ. എന്ന് വെച്ചാൽ ഹൃദയത്തിനകത്ത് എങ്ങും ഒരു നെല്ല് മണി പോലും ഇങ്ങനെ ഇടമില്ലാതെ വിശ്വസിക്കണമെന്ന്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ കടുകുമണിയോളമുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു അണുസ്ഥലം പോലും ഉണ്ടാകല്ലേ ദൈവത്തിനെ വിശ്വസിക്കാത്ത ഒരു മേഖല. ഒരു വിഷയം വരുമ്പോൾ, ഒരു സാഹചര്യത്തിനകത്ത് നിൽക്കുമ്പോൾ ഒരു അണു പോലും സംശയം പൊങ്ങി വരില്ലേ, ഇത് നടക്കുവോ എന്ന് വരല്ലേ, ഇത് സാധ്യമാണോ? നമ്മൾ ഒരു വശത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് വലിയ വാക്കൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പുറത്തുനിന്ന് യോ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കള്ളന്മാരാ നമ്മൾ ലോകത്തിലേക്ക്. ഹല്ലേലൂയ. വചനം പറയുന്നു, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. വിശ്വസിക്കുക. ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങളുടെ സ്വന്തം അറിവില് നിങ്ങൾ ആശ്രയിക്കാതെ. 6 വാക്യം പറയുന്നു, സീക്ക് ഹിസ് വിൽ ഇൻ ഓൾ യു ഡു ആൻഡ് ഹി വിൽ ഷോ യു വിച്ച് പാത്ത് ടു ടേക്ക്. എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. നിന്റെ എല്ലാ വഴികളിലും അവൻ നിന്റെ പാതകൾ. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും നിങ്ങൾ അവനെ നനച്ചുകൊള്ളുക. സീക്ക് ഹിസ് വിൽ. കർത്താവിനോട് ചോദിക്കുക, കർത്താവെ, എന്നെ ഇത് ഏൽപ്പിച്ചു, എന്നോട് ഇത് പറഞ്ഞു, ഞാൻ ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? എന്നോട് ഇടപെടണം. ഹല്ലേലൂയ. അവിടാണ് നമ്മൾ ദൈവത്തിനോട് പറയുന്നത്, ദൈവമേ, നീയാണ് വലുത്, ഞാൻ നിന്നിൽ ആശ്രയിക്കുക. പക്ഷെ എവിടെ നമ്മൾ പറയുന്നു, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് അറിയില്ല. ഫിലിപ്പ് അങ്ങനെയാ പറഞ്ഞു, അയ്യോ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു വർഷത്തെ ശമ്പളം മൊത്തം വേണം ഇവർക്ക് ആഹാരം കൊടുക്കാൻ. അവരിൽ ആശ്രയിച്ചു. അന്നേരം അത് കർത്താവ് അന്നേരം എന്താ പറഞ്ഞു? കർത്താവ് പറഞ്ഞു, അവരെയൊക്കെ പന്തിയില് വിളിച്ചിരുത്താൻ. അപ്പോഴത്തേക്ക് ഒരു പയ്യൻ വന്നു, 5 അപ്പവും കൊണ്ട് വന്നു. അവനായിരുന്നു ഏറ്റവും വലിയ വിശ്വാസം. അവന്റെ കീശക്കകത്തോട് നോക്കിയിട്ട് അവൻ ചിന്തിച്ചില്ല, അയ്യോ ഈ 5 അപ്പവും കൊണ്ട് എങ്ങനെ ഇത്രയും ആൾക്കാരെ ഊട്ടാൻ പറ്റുന്നേ? അവൻ ചിന്തിച്ചില്ല. അവൻ 3 ദിവസമായി വചനം കൊണ്ട് അവന് മനസ്സിലായി ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ സാധിക്കുമെന്ന്. ഹല്ലേലൂയ. അവൻ കൊടുക്കേണ്ടിടത്തേക്ക് അവനത് കൊടുത്തു. അവിടെ അത്ഭുതം നടന്നു. സ്തോത്രം. ആ ബാലന്റെ വിശ്വാസമാണ് അവിടെ അത്രയും പേരെ അത്ഭുതത്തിലേക്ക് കൊണ്ടുപോയത്. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 28:16 വാക്യം. Isaiah chapter 28 verse number 16. Therefore this is what the sovereign Lord says. Look. കണ്ടോ? ദൈവവചനം ഇങ്ങനെ പറയാ, നോക്ക്. അപ്പൊ ദൈവവചനം നമ്മളോട് നോക്കാൻ പറഞ്ഞാൽ നമ്മൾ നോക്കണം. അതിനകത്ത് എന്തോ ഉണ്ട്. അതുകൊണ്ടാ നമ്മളോട് നോക്കള്ളി, ഒരു പുള്ളി, ഒരു ചെറിയൊരു വാക്കൊന്നും വെറുതെ അല്ല വെച്ചിരിക്കുന്നത്. ഒന്ന് വായിച്ച് യെശയ്യാവ് 28. അതുകൊണ്ടെന്നാ മലയാളത്തിൽ പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കേൾക്കണേ, ഭയങ്കര ഭംഗിയാ. എങ്ങനെയാ പറയുന്നത്? ലുക്ക്,
I am placing a foundation stone in Jerusalem. 28. I am placing a foundation stone in Jerusalem. 28:16 യെശയ്യാവ്. നോക്ക്, ഞാൻ യെരൂശലേമില് ഒരു അടിസ്ഥാന കല്ല് അല്ലെങ്കിൽ മൂലക്കല്ല് ഞാൻ ഇടുവാണ്, ഞാൻ വെക്കുവാണ്. നോക്ക് എന്നാ പറയുന്നേ. അപ്പൊ നമ്മൾ ആ മൂലക്കല്ലിനെ ഒന്ന് നോക്കണമാണ്. A firm and tested stone. ഞാൻ വെക്കുന്ന മൂലക്കല്ല് പരീക്ഷിക്കപ്പെട്ട മൂലക്കല്ല, അത് പതറുന്ന മൂലക്കല്ലല്ല, അത് ഇളകി പോകുന്നതല്ല, അത് കാറ്റ് വരുമ്പോ വീണു പോകുന്നതല്ല, പ്രതികൂലം വരുമ്പോ അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോകുന്നതല്ല. ഈ മൂലക്കല്ലാണ് ക്രിസ്തു, ഈ മൂലക്കല്ലാണ് ക്രിസ്തു. ഹല്ലേലൂയ. ഒരുവൻ അവന്റെ ഭവനം പാറയായ ക്രിസ്തുവിന്റെ മേൽ പണിതു. അവന്റെ ഭവനത്തിൽ കാറ്റടിച്ചു, കോളടിച്ചു, മഴ പെയ്തു, അവന്റെ ഭവനം നിലനിന്നു, വീണുപോയില്ല. ഹല്ലേലൂയ. എന്താന്ന് വെച്ചാൽ അവന്റെ ഭവനം പണിതത് അവൻ മൂലക്കല്ലിന്റെ മേളില, ഒരിക്കലും ഇളകാത്ത ക്രിസ്തുവായ പാറപ്പുറത്താ പണിതത്, വചനത്തിന്റെ മേളിലാ പണിതത്. അവന്റെ വീട് നശിച്ചു പോയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ പ്രഷ്യസ് കോർണർസ്റ്റോൺ ദാറ്റ് ഈസ് സേഫ് ടു ബിൽഡ് ഓൺ. കണ്ടോ, ഈ മൂലക്കല്ല് വിലയേറിയത്. ഹല്ലേലൂയ. വിലമതിക്കാൻ പറ്റാത്തത്, അതിന്റെ മോളിൽ നിങ്ങൾക്ക് പണിയാൻ സാധിക്കും. മലയാളത്തിൽ അതൊന്ന് വായിച്ചേ. 28:16 യെശയ്യാവ്. I am placing. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കൊരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഇളകി പോകുകയില്ല. കണ്ടോ, ഇതാണ് വചനം പറയുന്നത് അല്ലെ. ഒരുവൻ പാറപ്പുറത്ത് വീട് പണിതു. ഹല്ലേലൂയ. വേറെ ഒരുവൻ മണ്ണിന്റെ മേൽ വീട് പണിതു. പാറപ്പുറത്ത് പണിതവന്റെ വീട് നിലനിന്നു. യെശയ്യാവിന്റെ 28:16 വിളിച്ചു പറയുക, ദേ നോക്ക്. മലയാളത്തിൽ പറയുന്നത് അല്ലെ, ഇതാ. അതെന്ന് വെച്ചാൽ നോക്കാൻ വേണ്ടിയാ. നോക്ക്, നിങ്ങൾ പണിയുവാണെങ്കിൽ ഈ ഇളകാത്ത പാറയായ ക്രിസ്തുവിന്റെ മേൽ നിങ്ങൾ പണിയ. ഹല്ലേലൂയ. ഒരിക്കലും നിങ്ങൾ വീണു പോകത്തില്ല. വിശ്വസിക്കുന്നവൻ വീണു പോകത്തില്ല. അപ്പൊ ഇന്ന് വിശ്വാസമാ. ഹല്ലേലൂയ. നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ മുമ്പിൽ ഒരു വിഷയം കാണുന്നുണ്ടോ? നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിനകത്താണോ? ഹല്ലേലൂയ. അവിടെ നിന്നിട്ട് പറയല്ലേ, കർത്താവേ, അയ്യോ എനിക്ക് 10ാം ക്ലാസ്സും ഗുസ്തിയേ ഉള്ളൂ, പറയല്ലേ. എനിക്ക് കഴിവിത്രയമേ ഉള്ളൂ, പറയല്ലേ. എന്റെ ബാങ്കിൽ ഇത്രയും ബാലൻസ്, 0 ബാലൻസാ, പറയല്ലേ. എന്റെ മക്കളെ കണ്ടു അവരിങ്ങനെ, പറയല്ലേ. ഹല്ലേലൂയ. കാണുന്നതൊന്നും വിളിച്ച് പറയല്ലേ. ഹല്ലേലൂയ. കാണുന്നതൊന്നും വിളിച്ച് പറയല്ലേ. മറ്റുള്ളവർ പറയുന്നതും വെറും അതും ഇതും വിളിച്ചു പറയല്ലേ. വിളിച്ചു പറയേണ്ടത്, യേശുവേ, അങ്ങയാൽ എനിക്കിത് സാധ്യം. ഹല്ലേലൂയ. ഒരു നിമിഷം അകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒന്ന് റിലീസ് ചെയ്യണം. നിങ്ങളും ഞാനും ആ തീരുമാനിക്കുന്നത്. നമ്മളുടെ അകത്തിരിക്കുന്ന ശക്തനായ, വീരനായ, ദൈവത്തിന്റെ ആത്മശക്തിയായ പരിശുദ്ധാത്മാവിനെ എത്രത്തോളം റിലീസ് ചെയ്യണമെന്ന്. ഹല്ലേലൂയ. മിണ്ടാതെ പൂച്ച പോലെ എവിടെയെങ്കിലും കയറിയിരിക്കാമെങ്കിൽ പൂച്ച പോലെ അങ്ങനെ ഇരിക്കാം. പുലിയെ പൂച്ചയാക്കാൻ പറ്റും. ആർക്കാന്നറിയോ? വട്ടം കറക്കുന്ന പിശാചിന് പറ്റും. കഴിവില്ല. കണ്ടോ, അവരൊക്കെ എത്ര ഇതാണെന്നറിയാം. നീ ഒന്നുമില്ല. നിന്നെ ആൾക്കാരൊക്കെ കളിയാക്കും. ഇത് അകത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞു തരും. ഈ നുണകളൊക്കെ കേട്ടോണ്ടിരിക്കും, വട്ടപൂജ്യമായിക്കൊണ്ടേയിരിക്കും. ഇന്ന് പറഞ്ഞേ, ഞാനാ തീരുമാനിക്കുന്നത് എത്രത്തോളം കർത്താവിൽ ആശ്രയിക്കാമെന്ന്. ഇസ്രായേലികള് അവരുടെ സ്വന്തം കഴിവിൽ ആശ്രയിക്കാമെന്ന്. ഇസ്രായേലികള് അവരുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചു, പരാജയപ്പെട്ടു പോയി. പക്ഷെ ഇന്ന് നാം ദൈവമക്കളാ. ഇന്ന് നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മളെ വിളിച്ച കർത്താവില. ഹല്ലേലൂയ. ഇന്ന് ഏതെങ്കിലും മേഖലയ്ക്കകത്ത് അയ്യോ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു മേഖലയുണ്ടോ? അതങ്ങനെ കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറ, ഞാനിത് ചെയ്യും. എൻ്റെ യേശുവിന്റെ ശക്തിയാൽ ഞാനിത് ചെയ്തെടുക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാനും കൂടെ ഇതിനെ അത്ഭുതമാക്കി തീർക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ചെയ്യാൻ പറ്റാത്ത മേഖലകളെ കേറിപ്പിടിച്ച് ജയാളിയായി തീരണം. ഹല്ലേലൂയ. കളിപ്പിക്കുന്ന പിശാച് തീരണം. ഹല്ലേലൂയ. കളിപ്പിക്കുന്ന പിശാചിന് ഒരു പണി കൊടുക്കണം. ഹല്ലേലൂയ. ജയാളിയായി പുറത്തിറങ്ങണം. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. അവനിൽ ആശ്രയിക്കാൻ കൊള്ളുന്നവനാ. ഹല്ലേലൂയ. മൂലക്കല്ല. സ്തോത്രം. നമ്മുടെ ജീവിതം ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ, സ്തോത്രം, റോമരുടെ ലേഖനം 10ാം അധ്യായത്തിനകത്തേക്ക് വരാം. റോമരുടെ ലേഖനം 10ാം അധ്യായം, അതിനകത്ത് തുടങ്ങുമ്പം പൗലോസ് അപ്പോസ്തലൻ പറയുക, പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനയാ ഇസ്രായേൽ ജനം വിടുവിക്കപ്പെടണം. അവര്
യേശു കർത്താവിനെ അറിയണം. യേശുവിനെ അറിയുന്നതിലൂടെ നിത്യജീവന്റെ അവകാശികളാകണം. എന്നിട്ട് പറയുക, എനിക്കറിയാം അവരെന്താ അങ്ങനെ ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. എന്നുവെച്ചാൽ പൗലോസ് അപ്പോസ്തലനും ചില വികാരങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാന്ന് വെച്ചാൽ ചില വികാരങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാന്ന് വെച്ചാൽ ദൈവത്തിന് വേണ്ടിയുള്ള തീഷ്ണതയിൽ നിന്ന്, ദൈവത്തിന് വേണ്ടിയുള്ള ഭയങ്കര ആവേശം കൊണ്ട് പലതും പൗലോസ് അപ്പോസ്തലൻ ചെയ്തതാ. ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ 3-ാം വാക്യം, നമ്മൾ ആ വാക്യമാണ് ഇന്ന് എടുക്കുന്നത്. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 11. 10-ാം അധ്യായം 3-ാം വാക്യം. For they don't understand God's way of making people right with himself. Refusing to accept God's way, they cling to their own way of getting right with God by trying to keep the law. 4-ാം വാക്യം. For Christ has already a purpose for which the law was given. As a result, all who believe in him are made right with God. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ, അവര് ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ, കണ്ടോ, സ്വന്തം നീതി സ്ഥാപിക്കാൻ പറഞ്ഞു അന്വേഷിച്ചുകൊണ്ട് ഏൽപ്പെട്ടില്ല. 4 പറയുന്നു, വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം ആകുന്നു. ആമേൻ. അപ്പൊ അവരെന്ത് ചെയ്തു? അവര് സ്വന്തം നീതി കൊണ്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വന്തം ശ്രമങ്ങളാൽ ഞാനൊന്ന് ശ്രമിച്ചു. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വന്തം ശ്രമങ്ങളാൽ ഞാനൊന്ന് നേരെയാകാൻ നോക്കട്ടെ. എൻ്റെ സ്വന്തം ശ്രമത്താൽ ഞാൻ ചില സ്വഭാവങ്ങളൊന്ന് മാറ്റാൻ ശ്രമിക്കട്ടെ. ഞാൻ എന്നെ കൊണ്ട് പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയില് സ്വന്തം ന്യായീകരണവും നീതീകരണവും ഒക്കെ ചെയ്യാൻ വന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമുക്ക് സ്വന്തമായിട്ട് ഒന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഒരു പ്രകാരവും നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് നീതി ലഭിക്കാൻ സാധ്യമല്ല. നമ്മുടെ പ്രവൃത്തികൾ കാരണം നമ്മൾ അത് ചെയ്തു, ഇത് ചെയ്തു, 10 പ്രാർത്ഥന കൂടി, അങ്ങനെ ഇങ്ങനെ ഒന്നും നമുക്ക് നീതീകരണം ചെയ്യാൻ പറ്റില്ല. പക്ഷെ വചനം അവിടെ ശക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിലൂടെ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. ദൈവത്തിന്റെ ഹിതപ്രകാരം മാത്രമേ നമ്മുടെ നീതീകരണം നടക്കത്തുള്ളൂ. 4-ാം വാക്യം പറയുക, ക്രിസ്തു ഇതെല്ലാം ചെയ്തെടുത്തു. For Christ has accomplished the purpose for which the law was given. കണ്ടോ, നിയമത്തിനെ മൊത്തം ക്രിസ്തുയേശു പൂർത്തീകരിച്ചു. ക്രിസ്തു എല്ലാ നിയമവും തന്നിൽ പാലിച്ചു. അപ്പം ഈ ദൈവത്തിനറിയാം, ദൈവം നിയമങ്ങൾ ഉണ്ടാക്കിയപ്പം ദൈവത്തിനറിയാം, ദൈവം നിയമങ്ങൾ ഉണ്ടാക്കിയപ്പം ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് പോലും എല്ലാ നിയമവും പാലിച്ച് 100% പെർഫെക്റ്റ് ആയിട്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? യേശു കർത്താവിനെ പറഞ്ഞയച്ചു. യേശു കർത്താവ് ഈ നിയമം എല്ലാം പാലിച്ചത് കൊണ്ട് നാം, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ബാക്കിയും കൂടെ പറയുന്നുണ്ട്, അതിന്റെ 4-ാം വാക്യം, അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന നാം ദൈവവുമായിട്ട് നീതി ലഭിച്ചു. ഹല്ലേലൂയ. അപ്പൊ എല്ലാ നിയമവും യേശു പാലിച്ചു. അപ്പൊ എല്ലാ നിയമവും യേശു പാലിച്ചു. മനുഷ്യന് പാലിക്കാൻ പറ്റാത്ത സകലതും യേശു പാലിച്ചു. ഇനിയും യേശുവിൽ വിശ്വസിക്കുമ്പോ നമ്മൾ പിന്നെ യേശുവിൽ വിശ്വാസം അർപ്പിക്കുമ്പം നമ്മളെ കൊണ്ട് വിട്ടുപിരിയാൻ പറ്റാത്ത സ്വഭാവങ്ങൾ പോലും നമുക്ക് മാറ്റാൻ പറ്റും. കയ്യിലൊരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ, ഒരു വേണ്ടാത്ത ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, ആ സ്വഭാവത്തിന് നമ്മൾ അടിമയാകാതെ നമ്മള് ആ സ്വഭാവം നമ്മൾ മാറ്റാനെടുക്കുക. ചിലപ്പം അമിതമായി ആഹാരം കഴിക്കുന്ന, എന്തെങ്കിലും ഒരു മധുരം കഴിക്കുന്ന സ്വഭാവം കാണും, അഡിക്ഷൻ ടു സ്വീറ്റ്സ്. അങ്ങ് എവിടെ കഴിക്കുന്ന സ്വഭാവം കാണും, അഡിക്ഷൻ ടു സ്വീറ്റ്സ്. അങ്ങ് എവിടെ മധുരം കണ്ടാലും തിന്നണമെന്നൊരു ആവേശമുള്ള ആൾക്കാർ കാണും. അവര് സ്വന്തം ഇഷ്ടത്താൽ അല്ലെങ്കിൽ സ്വന്തം കഴിവിനാൽ സ്വന്തം പരിശ്രമിച്ചാൽ അവർക്കത് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ഏത് സമയം അവരുടെ അഡിക്ഷനെ, അവരവരുടെ സ്വഭാവത്തിനെ അവര് വിട്ടുകൊടുക്കുന്നു. അവര് പറയുന്നു, കർത്താവെ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇത് അങ്ങയുടെ കൃപയാൽ, അങ്ങയുടെ ശക്തിയാൽ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുമ്പോൾ കർത്താവിന് ആ ഒരു അഡിക്ഷനകത്തേക്ക് കയറി ചെല്ലാൻ സാധിക്കും.
ഹല്ലേലൂയ. നമ്മൾക്ക് ദൈവവുമായിട്ട് നീതി ലഭിക്കണമെങ്കിൽ, ദൈവവുമായിട്ട് റൈറ്റ് റിലേഷൻഷിപ്പിൽ വരണമെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ സ്വന്തം ശ്രമം കൊണ്ട് നടക്കത്തില്ല ഏതൊരു കാര്യവും. ഹല്ലേലൂയ, കർത്താവിൽ ആശ്രയിക്കുമ്പോൾ, യേശുവിൽ ആശ്രയിക്കുമ്പോൾ നമുക്കത് സാധിക്കും. റോമരുടെ ലേഖിക്കുമ്പോൾ നമുക്കത് സാധിക്കും. റോമരുടെ ലേഖനം 9:31-32 അതാ പറഞ്ഞത്. ഹല്ലേലൂയ. 9-ാം അധ്യായം 31-32. ഹല്ലേലൂയ. ഇസ്രായേലികള് ദൈവവുമായിട്ട് നീതി ലഭിക്കാൻ വേണ്ടി അവരൊരുപാട് ശ്രമിച്ചു, അവരൊരുപാട് നിയമം തന്നില്ല. 32-ാം വാക്യം പറയുന്നു, എന്താ അവരത് പറ്റാതെ പോയത്? അവരിതിനകത്തെല്ലാം ദൈവത്തിനെ വിശ്വസിച്ചില്ല. They did not trust God. അവര് ദൈവത്തിനെ വിശ്വസിച്ചില്ല, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചില്ല. ഹെബ്രായരുടെ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കണം, അല്ലെ? ദൈവം ഉണ്ടെന്നും ദൈവം നമ്മളുടെ ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കുമെന്നും ദൈവം ഉണ്ടെന്നും നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വേണം ദൈവസന്നിധിയിൽ കയറി ചെല്ലാൻ. എന്നാലേ നമുക്ക് ദൈവത്തിനെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. 11:6 ഹെബ്രായർ. ആൻഡ് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ് വിതൗട്ട് ഫെയ്ത്ത്. വിശ്വാസം കൂടാതെ ദൈവത്തിനെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. Anyone who wants to come to him must believe that God exists and that he rewards those who sincerely seek him. ആരൊക്കെ അവന്റെ അടുക്കലേക്ക് വരുന്നു, അവര് വിശ്വസിക്കണം ദൈവം ഉണ്ടെന്നും, ഹല്ലേലൂയ, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്നും. ഹല്ലേലൂയ. ദൈവമുണ്ട്. ഹല്ലേലൂയ. കർത്താവിൽ ഞാൻ ആശ്രയിക്കണം. എൻ്റെ ഏത് കാര്യത്തിലും ഞാൻ കർത്താവിൽ ആശ്രയിക്കണം. എൻ്റെ ചെറുത് തൊട്ട് എന്താണ് കാണിക്കുന്നത്? നമ്മളിൽ നിന്ന് അനുസരണയാ കാണിക്കുന്നത്. നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങളായിരുന്നപ്പം, ഇപ്പോഴല്ല, നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പം നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മുടെ അപ്പനോടും അമ്മയോടും ചോദിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്? അവരോടെല്ലാം പറയത്തില്ലേ? എല്ലാം അവരോട് ചോദിക്കത്തില്ലേ? അനുസരണ അല്ലേ? അനുസരണ അല്ലേ? അവര് വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്കും വേണ്ട. പക്ഷെ നമ്മൾ പ്രായമായപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മളെല്ലാം ചെയ്യാൻ തുടങ്ങി. ഇന്ന് ദൈവവുമായിട്ടുള്ള ബന്ധവും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. നമ്മൾ എന്നും കുഞ്ഞുങ്ങളെ പോലെ ദൈവസന്നിധിയിൽ എല്ലാ കാര്യത്തിലും സകലത്തിലും കർത്താവിനോട് നമ്മൾ ചോദിക്കണം. നമ്മള് അനുസരണയോടെ എല്ലാം, ചെറുത് തൊട്ട് വലിയ കാര്യങ്ങൾ വരെയും ദൈവം ഉണ്ടെന്നും ദൈവത്തിനോടെല്ലാം ചോദിച്ച് അറിഞ്ഞു വേണം നമ്മൾ ചെയ്യാൻ. അനുസരണയാ, കീഴ്പ്പെടല കാണിക്കുന്നത്. ദൈവം ഉണ്ടെന്നും ദൈവം നമ്മളുടെ എല്ലാം നമ്മൾ ചെയ്തെടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ആർക്കും ചിലവര് പറയും ഒരു ശക്തിയുണ്ട് എന്ന് പറയും, അല്ലേ? അവര് പറയും, അറിയാം, ഞങ്ങളെ നോക്കി നടത്തുന്ന ഒരു ശക്തിയുണ്ട് എന്നൊക്കെ. നോ, അങ്ങനെയല്ല. ഒരു ശക്തിയല്ല, ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേര് യേശുവെന്ന. ഹല്ലേലൂയ. അതും ഇതും ഒന്നുമല്ല. ഇനിയും നിങ്ങളോട് ആരെങ്കിലും പറയുക, ഞങ്ങൾക്കറിയാം ഒരു ശക്തിയുണ്ട്, അവരോട് പറയണം, ഒരു ശക്തിയല്ല, ദൈവമാണ്. ദൈവത്തിന്റെ പേര് യേശുവെന്നാണ്. ഹല്ലേലൂയ. നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു വ്യക്തിയിൽ നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഒരുപാട് പ്രാർത്ഥിക്കുന്നവരുടെ അടുത്ത് ചെന്നിട്ട് എല്ലാ വിഷയവും പറഞ്ഞിട്ട് അവരെ ആശ്രയിച്ചാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഒരു സഭ നടത്തുന്ന ഒരു ദൈവദാസനെ ദൈവമെന്ന് കണ്ടിട്ട് ആ വ്യക്തിയെ ആശ്രയിച്ച് നമ്മൾക്കിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് രക്ഷ വേണോ? ഒരുവനിൽ മാത്രമേ രക്ഷയുള്ളൂ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മേളിൽ ഒരേ ഒരു നാമമേ ഉള്ളൂ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുന്നത്, യേശുവെന്ന നാമം. ഒരു വ്യക്തിക്കും നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥിക്കാൻ പോകുന്ന ഇടങ്ങളില്, എന്നാൽ ഈ സഭയില് എന്നെ രക്ഷപ്പെടുത്തും, ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നില്ല, അവിടെ പോകാം, അവിടെ അവര് രക്ഷപ്പെടുത്തും. ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ഒരാൾക്ക് കുറെ പണം കൊണ്ട് കൊടുത്തിട്ട് എന്നാൽ നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തും, പറ്റത്തില്ല. ആർക്കും സാധ്യമല്ല. വയറു നിറച്ച് ഞാൻ ഒരാൾക്ക് ആഹാരം കൊടുത്തിട്ട് ആ ആള് വഴി അല്ലെങ്കിൽ ആ കർമ്മം വഴി ഞാൻ രക്ഷപ്പെടത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമുണ്ടെന്നും
ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോഴും കർത്താവിന് എന്നെ വിടുവിക്കാൻ പറ്റും, എൻ്റെ ഏത് സാഹചര്യത്തിനകത്തുനിന്നും എനിക്ക് വഴികാട്ടി തരാൻ പറ്റും എന്ന് പറയുന്ന വ്യക്തിക്ക് ഹല്ലേലൂയ ദൈവത്തിൽ കീഴ്പ്പെടാൻ പറ്റുമെങ്കിൽ സർവശക്തനായ ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതാ റോമറുടെ ലേഖനം 9:32 പറയുന്നത്, 31-32 പറഞ്ഞത്, ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവൻ, ദൈവമുണ്ടെന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നവനും മാത്രമേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അതാണ് പൗലോസും ഇത്ര ശക്തമായിട്ട് പറഞ്ഞത്. കഷ്ടം ഇസ്രായേൽ ജനം, അവരെന്ത് ചെയ്യുന്നു? നിയമം പാലിക്കുന്നു. ഇസ്രായേൽ ജനം മാത്രമല്ല, ഇന്ന് ജാതികളെ ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അവർ കുറെ നിയമങ്ങൾ, കുറെ ആചരണങ്ങൾ, കുറെ ദിവസങ്ങള്, വർഷത്തിലെ കുറെ തീയതികള് ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇതിങ്ങനെ അതങ്ങനെ എന്ന് പറയുന്നു. പക്ഷെ ആത്മാവിലും സത്യത്തിലും യേശു കർത്താവിനെ ആരാധിക്കുന്നവരോ അവർക്ക് നിയമങ്ങളൊന്നും അവരെ പിടിച്ചു വെക്കുന്നില്ല. ഇന്ന് ഞാൻ പറയട്ടെ, നാം കയാൽ നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരായി. ഹല്ലേലൂയ. ഇന്ന് ഈ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർക്ക് ഹല്ലേലൂയ വേറെ ഒന്നും അവരെ പിടിച്ചു കെട്ടാനില്ല. ക്രിസ്തുവിലും ക്രിസ്തുവിന്റെ വചനത്തിലും ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിലും വസിക്കുന്നവര് ഹല്യ തികച്ചും സ്വാതന്ത്ര്യമുള്ളവര്. അതാണ് വസിക്കുന്നവര് ഹല്യ തികച്ചും സ്വാതന്ത്ര്യമുള്ളവര്. അതാണ് ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചു കഴിഞ്ഞ് പിന്നെയും നിയമത്തിനകത്തേക്കും അനാചാരങ്ങൾക്കകത്തേക്കും പോയ ഗലാത്യക്കാരോട് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല ഗലാത്യരെ, നിങ്ങളെ ആരാണ്, 1-ാം വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, ഓ foolish Galatians, hallelujah, who has cast an evil spell on you? For the meaning of Jesus Christ's death was made as clear to you as if you had seen a picture of his death on the cross. യേശു കർത്താവിന്റെ മരണം നിങ്ങൾക്ക് വേണ്ടി യാഥാർത്ഥ്യമാക്കി, യേശു കർത്താവിന്റെ മരണം നിങ്ങൾക്ക് വേണ്ടി യാഥാർത്ഥ്യമാക്കി, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു മനസ്സിലാക്കി തന്നതല്ലേ, നിങ്ങൾ അറിഞ്ഞതല്ലേ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയാ മരിച്ചതെന്ന്. നിങ്ങളുടെ പാപം, രോഗം, ക്ഷീണം, ദാരിദ്ര്യം, പ്രശ്നങ്ങളെല്ലാം ഒതുക്കി മാറ്റാൻ വേണ്ടിയാ യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചതെന്ന്. ഇത് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പെട്ടില്ലേ? നിങ്ങൾ നീതി അനുഭവിച്ചില്ലേ? ഹല്ലേലൂയ. ദൈവം എന്നെ നീതീകരിച്ച് എൻ്റെ പാപമെല്ലാം യേശു കർത്താവ് വഹിച്ചു. ഇനിയും എൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തിനകത്ത് പല വിഷയങ്ങളും നടക്കാത്തത് എൻ്റെ പാപം മൂലമല്ല, അത് ദൈവത്തിന്റെ തക്ക സമയത്ത് വെളിപ്പെടും എന്ന് വിശ്വാസം വേണ്ടേ? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോരെ. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കേണ്ട, തലയിലൊന്ന് കൈവച്ച് എൻ്റെ വിഷയം നേരെയാവുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് കുറെ കാര്യം, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ, ഞാൻ ഇത്രയും ദിവസം ഞാൻ ഇന്ന വിഷയം നടക്കാൻ വേണ്ടി ഉപവസിക്കാം. നോ, കർത്താവുമായിട്ട് പറ്റിച്ചേരാൻ വേണ്ടിയാ ഉപവസിക്കുന്നത്. ദൈവത്തിൽ നിന്ന് വെളിപാട് പ്രാപിക്കാനാ ഉപവസിക്കുന്നത്. എന്നാ ശരി ഞാൻ 1 മണിക്കൂർ നിന്ന് കൈയടിച്ച് ആരാധിക്കാം, എൻ്റെ വിഷയങ്ങൾ നേരെയാവുന്നു. അങ്ങനെ ആരാധിക്കേണ്ട. കർത്താവിനോടുള്ള സ്നേഹത്തിൽ ആരാധിക്കുക. വിഷയങ്ങൾ നേരെയാകാനല്ല ആരാധന. ഹല്ലേലൂയ. സ്തോത്രം. ഗലാത്യരോട് ചോദിക്കുക, അല്ല ഗലാത്യരെ, നിങ്ങളെ ആരാ കൈവശം തന്ന് നിങ്ങളെ കൂടോത്രം ചെയ്ത് മാറ്റിയെടുത്തത്? നിങ്ങളുടെ മനസ്സിനെ മയക്കിയത് ആര്? ഹല്ലേലൂയ. എന്നിട്ട് 3:2 പറയുക, നിങ്ങള് മോശയുടെ നിയമങ്ങളും കൽപ്പനകളും പാലിച്ചത് കൊണ്ടാണോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നിങ്ങള് ലഭിച്ചത്? ഞാൻ പറയട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ തുടങ്ങുന്നത് ആത്മാവിന്റെ ശക്തിയാല. ഹല്ലേലൂയ. നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ നമ്മളെ ഇന്ന ദിവസം ഇത്രാം തീയതി യേശു വന്ന് കണ്ടുമുട്ടുമെന്ന്, നമ്മളെ സ്നേഹിക്കുമെന്ന്, നമ്മളെ ക്രിസ്തുവിൻ്റെതാക്കുമെന്ന്? ഹല്ലേലൂയ. നമ്മളെ യാദൃശ്യമായി ദൈവം വന്ന് പിടിച്ചതല്ലേ. അന്ന് തൊട്ട് നമ്മളുടെ അകത്ത് ഈ ഉത്സാഹവും സ്നേഹവും ആയില്ലേ? കൂടുതൽ അറിയണം. നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. അതാണ് ഗലാത്യരോട് പറയുക 3-ാം അധ്യായത്തിനകത്ത്, നിങ്ങൾ ആത്മാവിനാൽ ആരംഭിച്ച വിശ്വാസം ഇനിയും ജഡത്തിൽ എന്തിനാ നിങ്ങൾ ഇതിനെ ഒതുക്കിക്കളയുന്നത്? അല്ലെ? ഗലാത്യരുടെ ലേഖനം നമുക്കൊന്ന് വായിക്കാം. 3:3 വായിക്കാം. ഹല്ലേലൂയ. ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ഓ, ആഫ്റ്റർ സ്റ്റാർട്ടിങ് യുവർ ക്രിസ്ത്യൻ ലൈഫ്സ് ഇൻ ദ സ്പിരിറ്റ്, ഇപ്പോൾ ജഡം കൊണ്ട് പൂർത്തിയാകും. നിങ്ങളുടെ ജഡം കൊണ്ട്, നിങ്ങളുടെ മനുഷ്യരുടെ പ്രവൃത്തികളും കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഈ ആത്മാവിൽ തുടങ്ങിയതിനെ ജഡത്തിൽ അവസാനിപ്പിക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ,
ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം വെച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. നമ്മൾ കിടക്കുന്ന എത്ര കുരുക്കാണെങ്കിലും ഒന്ന് വേർതിരിച്ചിരുന്നേ ദൈവവചനം വായിച്ചും ധ്യാനിച്ചും കർത്താവിനോട് പ്രാർത്ഥിച്ചും യേശുവിന്റെ നാമം മാനിച്ചും കർത്താവിനോട് പ്രാർത്ഥിച്ചും യേശുവിന്റെ നാമം ഉരുവിട്ടും ഒന്ന് മാറിയിരുന്നേ. വേറെ എല്ലാം മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കി ഇരുന്നേ. കർത്താവിനെ വിടുവിക്കാൻ പറ്റാത്ത വിഷയങ്ങളില്ല, കർത്താവിനെ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥകളില്ല. ഹല്ലേലൂയ. Trust Jesus alone. റോമരുടെ ലേഖനം 10-ാം അധ്യായം. ഹല്ലേലൂയ. Anyone who trusts in him will never be disgraced. അവനെ ആശ്രയിക്കുന്ന ആരും ലജ്ജിച്ചു പോകത്തില്ല. ജാതി ആകട്ടെ യഹൂദനാകട്ടെ അവരെല്ലാരും ഒരേപോലെ. Jew and Gentile are the same in every respect. They have the same Lord. ഒരേ ഒരു ദൈവമാ. ഹല്ലേലൂയ. ആരവനെ വിളിക്കുന്നോ അവരെ വിടുവിക്കാൻ മതിയായവനാ. ആരവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നോ അവരെ ഒക്കെ രക്ഷപ്പെടുത്തും. അല്ല, ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളോ നിങ്ങളുടെ മക്കളോ നിങ്ങളൊക്കെ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ആരെങ്കിലും സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവെ, എന്നെ ഈ സ്വഭാവത്തിൽ നിന്നൊന്ന് പുറത്തിറക്ക. അപ്പൊ ആഗ്രഹിക്കണം അല്ലെ? കർത്താവെ, എന്നെ വിഷയത്തിൽ നിന്നൊന്ന് പുറത്തിറക്ക, എന്നെ ഈ സ്വഭാവത്തിൽ നിന്നൊന്ന് പുറത്തിറക്ക, എന്നെ ഒന്ന് ബലപ്പെടുത്ത, എന്റെ ബലഹീനതയ്ക്കകത്തുനിന്ന് എന്നെ ഒന്ന് പുറത്തിറക്ക. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? യേശുവിന് നിങ്ങളെ വിടുവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. യേശുവിനെ നിങ്ങളെ പുറത്തിറക്കാൻ സാധിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് യേശുവിനെ വിളിക്കുന്നത് പേഴ്സണൽ സേവിയർ. ഹല്ലേലൂയ. സ്വന്തം രക്ഷകൻ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. വേറെ ഒരാളിലും ആശ്രയിക്കേണ്ട, കർത്താവിൽ ആശ്രയിക്ക്. ഹല്ലേലൂയ. ഈ സത്യവചനത്തിൽ ആശ്രയിക്ക്. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് പറയുന്നുണ്ട്, ബെറിയ എന്ന് പറഞ്ഞ് പട്ടണത്തിൽ ചെന്ന് പൗലോസും സീലാസും വചനം ശുശ്രൂഷിച്ചപ്പോൾ അവിടെ വചനം കേട്ടോണ്ടിരുന്നവർക്കൊരു ഗുണമുണ്ടായിരുന്നു. അവരെന്നും വീട്ടിൽ മടങ്ങി ചെന്നിട്ട് അവരവരുടെ ബൈബിൾ തുറന്നു നോക്കിയിട്ട് അവരവരുടെ വചന പുസ്തകങ്ങള് തുറന്നു നോക്കിയിട്ട് ഹല്ലേലൂയ അവര് നോക്കുമായിരുന്നു പൗലോസും സീലാസും പറയുന്നത് സത്യം തന്നെയാണോ എന്ന്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 10-ാം വാക്യത്തിനകത്ത് അവരെ കാണാൻ പറ്റുന്നത്. അവര് പൗലോസിലും സീലാസിലും നിന്ന് കേട്ടത് അവര് ബൈബിൾ, അവരുടെ വചനം, അവരുടെ സ്ക്രിപ്ചേഴ്സ് തുറന്നിട്ട് നോക്കും, വേദപുസ്തകങ്ങൾ തുറന്നിട്ട് നോക്കും. ഇവര് പറയുന്നത് 10 അപ്പോസ്തല പ്രവൃത്തി. അപ്പൊ ഇത് നമ്മുടെയും സ്വഭാവമായിരിക്കണം. ആരും എന്തും പറയുന്നതൊക്കെ നമ്മൾ കേട്ട് വചനത്തിൽ നിന്നാണോ പറയുന്നേ എന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ വചനത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ടോ? ഇവര് വചനത്തിൽ നിന്ന് അടിസ്ഥാനം പറഞ്ഞിട്ടാണോ ഇവര് കാര്യങ്ങൾ പറയുന്നത്? ഇത് ചെയ്യാൻ പറയുന്നത്, ഇന്നത് കൊണ്ടുപോവാ, ഇങ്ങനെ പ്രാർത്ഥിക്ക എന്നൊക്കെ പറയുന്ന വചന അടിസ്ഥാനമാണോ എന്ന് നോക്കണം. അല്ല എങ്കിൽ അംഗീകരിക്കല്ല. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ. വചനം നമ്മളെ നിറയ്ക്കും, വചനം നമ്മളെ വിടുവിക്കും. യേശു കർത്താവ് പറഞ്ഞ നിങ്ങൾ നിറയ്ക്കും, വചനം നമ്മളെ വിടുവിക്കും. യേശു കർത്താവ് പറഞ്ഞ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം എവിടാ കിടക്കുന്നേ? ഈ വചനത്തിനകത്താ കിടക്കുന്നേ. ബൈബിളിനകത്താ സത്യം കിടക്കുന്നേ. ബാക്കിയെല്ലാം കള്ളത്തരങ്ങളാ. സത്യം വചനത്തിനകത്താ. സ്തോത്രം. എല്ലാ രക്ഷയും, എല്ലാ ഉത്തരവും, എല്ലാ മറുപടിയും, എല്ലാ പൂട്ടിക്കിടക്കുന്ന വാതിലുകളുടെ താക്കോലും യേശുവിൽ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. വിടുവിക്കാൻ പറ്റാത്ത വിഷയങ്ങൾക്കകത്ത് വിടുതൽ കൊണ്ടിരുന്നത് യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. 1 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14, 1 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1 Timothy chapter 1 verse numbers 14, 15, 16. വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ എന്നിലേക്ക് കവിഞ്ഞൊഴുകിയിരിക്കുന്നു. ക്രിസ്തുയേശു പാപികളെ ക്രിസ്തു ഇവിടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തു യേശു ഈ ലോകത്ത് വന്നത് പാപികളെ രക്ഷിക്കുവാനും ആ പാപികളിൽ ഒന്നാമൻ ഞാനും. അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? ബട്ട് ഗോഡ് ഹാഡ് മേഴ്സി ഓൺ മീ. ദൈവത്തിന്റെ നമ്മൾക്കാർക്കും അർഹതപ്പെടാത്ത കരുണ. ഹല്ലേലൂയ. 16-ാം വാക്യം.
കണ്ടോ, പൗലോസ് സമ്മതിക്കുക. പൗലോസ് പറയാ, പാപികളിൽ മഹാപാപിയായ ഞാൻ, എന്നെ പോലും തേടി യേശു കർത്താവ് വന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും കൈമണി കൊടുക്കണോ? നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഒരാൾ വിടുവിക്കപ്പെടാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി. നമ്മളുടെ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടി നമ്മൾ ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും നമ്മൾ പ്രവൃത്തി ചെയ്യണോ? നമ്മൾ എന്നാ ശരി, എൻ്റെ ഈ സ്വഭാവത്തിൽ നിന്ന് ഞാനൊന്ന് പുറത്തിറങ്ങാൻ ഞാൻ 100 പേർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാം. നോ, അത് അങ്ങനെ നേർച്ചയൊന്നും നേരേണ്ട ആവശ്യമില്ല. കർത്താവിൽ ആശ്രയിച്ചാൽ മതി. പൗലോസ് പറയുക, ഞാൻ പാപികളിൽ മഹാപാപിയായിരുന്നു, പക്ഷെ എന്നെ തേടി യേശു വന്നെങ്കില്, ഹല്ലേലൂയ, അവൻ മരിച്ചത് വ്യർത്ഥമല്ല. കാൽവരി ക്രൂശിൽ അവൻ മരിച്ചത് ദൈവത്തിന് മഹാകരുണയാ. നമ്മളെ ഓരോരുത്തരെയും പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, നമ്മളെ ഓരോരുത്തരെയും നീതീകരിക്കുവാൻ, നമ്മളെ ഓരോരുത്തരെയും കുറ്റമില്ലാത്തവരാക്കി തീർക്കുവാൻ. ഓ ഹല്ലേലൂയ, ഈ രക്ഷ വലുത്. യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ. യേശുവിന് മാത്രമേ നമ്മളെ എല്ലാ വിഷയങ്ങള് പ്രാർത്ഥിക്കുമ്പോൾ, പലവരും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മളുടെ ഇടയിൽ കാണാറുണ്ടല്ലേ, അത്ഭുതങ്ങൾ കാണാറുണ്ട്. പ്രാർത്ഥിച്ച ഉടനെ മറുപടി നടക്കാറുണ്ട്. അത് യേശു പ്രവർത്തിക്കുന്നതാ. ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശു പ്രവർത്തിക്കുന്നതാ. ഹല്ലേലൂയ, അതാരുടെയും കഴിവോ മിടുക്കോ ഒന്നുമല്ല. ഒരു വ്യക്തിയിലും നിങ്ങളുടെ ജീവിതത്തിൽ വലുതാകല്ലേ. ഹല്ലേലൂയ, ഒരു വ്യക്തി പോലും യേശുവിനെക്കാട്ടിലും വലുതാവല്ലേ. ഒരു വ്യക്തി പറയുന്ന വാക്ക് പോലും ഈ ബൈബിളിനകത്ത് കിടക്കുന്നതിനെക്കാട്ടിലും വലുതാകല്ലേ. ഹല്ലേലൂയ, ഇതാണ് നമ്മളെ രക്ഷയിലേക്ക് വഴി നടത്തുന്നത്. ഇതാണ് നമ്മളെ രക്ഷയിലേക്ക് വഴി നടത്തുന്നത്. വചനത്തിലൂടെയാണ് നമുക്ക് വിടുതല്. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഭയമില്ലാത്തൊരു ജീവിതം, സംശയമില്ലാത്തൊരു ജീവിതം കർത്താവ് നൽകി സഹായിക്കട്ടെ. സകലതും യേശുവിന്റെ നാമത്തിൽ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, എല്ലാ മുഴങ്കാലും മടങ്ങുന്നത് യേശുവിന്റെ നാമത്തിൽ മാത്രമേ ഉള്ളൂ. യേശുവിന്റെ നാമം എത്രത്തോളം ഉയരുന്നോ അത്രത്തോളം എല്ലാ മുഴങ്കാലും